രാത്രി ലൈവില് നെസ്റ്റ് റൂമിനെ പൊട്ടിക്കാനുള്ള വമ്പൻ പ്ലാനിങ്ങുകൾ നടത്തിയിരിക്കുകയാണ് ജിൻഡോ വന്നിരുന്ന് അവിടെ സംസാരിക്കുന്നത് അഭിഷേക്, സായി, ഋഷി, നന്ദന എന്നിവരുടെ അടുത്താണ് വന്നിട്ട് സംസാരിക്കുന്നത്. അപ്പൊ നന്ദനയും സായിയും പവർ റൂമിലുള്ള ആൾക്കാരാണ്, അഭിഷേകും ഋഷിയും അവിടെ ടണൽ റൂമിലുള്ള ആൾക്കാരാണ്. അപ്പോ ഇവിടെ ഡെൻ റൂമിൽ നിന്നാണ് ഇവിടെ വന്ന് സംസാരിക്കുന്നത് ജിൻഡോ. അപ്പോൾ ഇത്രയും ടീമുകൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നെസ്റ്റ് റൂമിനെ പൊട്ടിക്കാൻ കഴിയും എന്നുള്ളതാണ് ജിൻഡോ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര റൂമുകൾ ഒന്നിച്ച് നിൽക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. അതായത് അഭിഷേക്, സായി, നന്ദന, ഋഷി, ജിൻഡോ ഇത്രയും പേർ ഒരുമിച്ച് നിന്നുകൊണ്ട് അവിടെ നെസ്റ്റ് റൂമിനെതിരെ പൊരുതുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അവിടെ ജിൻഡോ പറയുന്ന കാര്യം, നെസ്റ്റ് റൂമിൽ 3 ആണുങ്ങളെ റസ്മിനിട്ടത് നെസ്റ്റ് റൂമിനെ വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫിസിക്കൽ ടാസ്ക് വന്നു കഴിഞ്ഞാൽ അവരടിച്ചു കയറും. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരെ പൂട്ടാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിന്ന് നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഒരു ടീമിനെ നമുക്ക് വിജയിപ്പിക്കാം. അപ്പോൾ ടണൽ ടീമിനെ നമുക്ക് വിജയിപ്പിക്കാം. അപ്പോൾ ആ വിജയിക്കുന്ന ടീമിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റൻ. അപ്പോൾ നമ്മുടെ ഇക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റൻ ആവുക, ബാക്കി എല്ലാവരെയും നമുക്ക് പവർ റൂമിൽ കയറ്റുക എന്നുള്ളതാണ് ജിൻഡോയുടെ പ്ലാൻ. അപ്പോൾ അവരത് ആലോചിക്കുന്നുണ്ട്. ആ പ്ലാൻ അവരിതുവരെ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവരത് ഉറപ്പിക്കുമെന്നുള്ള കാര്യം ഷുവറാണ്. ജിൻഡോ അതുപോലെയുള്ള പ്ലാനിങ് ആണ് അവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് എരി കയറ്റി കൊടുക്കുന്നുണ്ട് ജിൻഡോ. അപ്പോൾ നെസ്റ്റ് റൂമിനെതിരെ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ നെസ്റ്റ് റൂം പൊട്ടി പാളീസാവും. അല്ലാന്നുണ്ടെങ്കിൽ റസ്മിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ടീമിൽ നിന്ന് ഒരാൾ ക്യാപ്റ്റൻ ആവുക, റസ്മിനും ബാക്കിയുള്ള എല്ലാവരും കൂടിയിട്ട് പവർ റൂമിൽ കയറുക എന്നുള്ളതാണ്. അതിന് നമ്മൾ വഴിയൊരുക്കി കൊടുക്കരുത്, അവരെ നമുക്ക് പൂട്ടിക്കണം, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം എന്നാണ് ഇപ്പോൾ ജിൻഡോ അവരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നെസ്റ്റ് റൂമിനെ പൊട്ടിക്കുന്നു, അവരെല്ലാവരും തോൽപ്പിക്കുന്നു. അതാണ് ഇപ്പോൾ ജിൻഡോയുടെ ലക്ഷ്യം. എന്നിട്ട് ഇവർ 5 പേരിൽ ഒരാൾ ക്യാപ്റ്റൻ ആവുകയും 4 പേർ പവർ റൂമിലേക്ക് കയറുകയും ചെയ്യുക. അങ്ങനെയാണ് ഇപ്പോൾ ജിൻഡോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനനുസരിച്ച് അവിടെ പ്ലാനിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക്, സായി, ഋഷി, ജിൻഡോ, നന്ദന ഇത്രയും പേരെയാണ് അവിടെ കൂട്ടുപിടിച്ചിട്ടുള്ളത്. അവിടെ ആ ഒരു കൂട്ടുവർത്താനായിരുന്നു അവിടെ ലൈവില് രാത്രി നടന്നുകൊണ്ടിരുന്നത്. ഭയങ്കര സീക്രട്ട് ആയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ജിൻഡോ.